എനിക്കത് സംഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾക്കത് സംഭവിച്ചിട്ടുണ്ടോ? നമ്മളൊന്ന് പുനരാലോചിക്കുക. നമ്മളൊരു അസുഖമായിട്ട് ഡോക്ടറുടെ അടുത്ത് ചെന്നാൽ ഡോക്ടർ നമ്മൾക്കൊരു മരുന്ന് ചീട്ട് എഴുതി തരും. നമ്മളാരും അത് വായിച്ചു നോക്കാറില്ല. കാരണം നമുക്കത് മനസ്സിലാവില്ല, നമുക്കതിനോട് താല്പര്യമില്ല. എവിടെയാണത് കൊണ്ടുപോയിട്ട് എന്ന് പോലും നമ്മൾ നോക്കാറില്ല. എന്നാൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ, നമ്മളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാൾ ഒരു കത്ത് എഴുതി തന്നാൽ നമ്മളതെങ്ങനെ സൂക്ഷിക്കുക? വായിച്ച് 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 മനപ്പാടായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ടൊരു സ്ഥലത്ത് നമ്മൾ കൊണ്ടുപോയിട്ട് അത് വെക്കും, അല്ലേ? ഏറ്റവും താല്പര്യത്തോടു കൂടി അത് സംരക്ഷിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരാൾ നമുക്ക് തന്നിട്ടുള്ള സന്ദേശങ്ങളുടെ സമാഹാരമാണ് ഈ ഗ്രന്ഥം. എങ്ങനെ സൂക്ഷിക്കണം? ഇമാം ഗസാലി റഹ്മത്തുള്ളാഹിയുടെ ഒരു വാക്കുണ്ട്, മരിച്ചുപോയ ഒരാൾ തിരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കും നമ്മൾ എങ്ങനെ കേൾക്കുമെന്ന്, നമ്മൾ കാണാത്ത ഖബറിൻ്റെ അവസ്ഥകളെക്കുറിച്ച് അയാൾ നമ്മൾക്ക് ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ എങ്ങനെയാണ് നമ്മളത് കേൾക്കുക? എത്ര ജാഗ്രതയോടുകൂടിയ ഓരോ വാക്കും നമ്മൾ സ്വീകരിക്കുക. എങ്കിൽ അങ്ങനെ ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അതാണത്. നമ്മൾ കാണാത്ത ലോകങ്ങളിലൂടെ ഖുർആൻ സഞ്ചരിച്ചിട്ടുണ്ട്. നമ്മൾ കാണാത്ത കാഴ്ചകൾ ഖുർആൻ കണ്ടിട്ടുണ്ട്. നമ്മൾ കാണാത്ത സന്ദർഭങ്ങളിലൂടെയാണ് ഖുർആൻ കടന്നു വന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാത്ത കാഴ്ചകൾ കണ്ട ഖുർആൻ പറഞ്ഞു തരുന്ന ഓരോ വാക്കും നമ്മളെങ്ങനെ സ്വീകരിക്കേണ്ടത്? എത്ര ജാഗ്രതയോടുകൂടിയാണ് സ്വീകരിക്കേണ്ടത്? എത്ര പേടിയോടുകൂടിയാണ് കേൾക്കേണ്ടത്? അതാണ് ഖുർആനിൻ്റെ അനുഭവം. എല്ലാത്തിലും വിസ്മയമാണ് ഖുർആൻ്റെ. വാക്കിൽ വിസ്മയം, മൗനത്തിൽ പോലും വിസ്മയമുണ്ട്. ചില കാര്യങ്ങൾ ഖുർആൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഉദാഹരണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ അർത്ഥം? പരമകാരുണ്യവാനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമം കൊണ്ട്. എന്താണെന്നൊന്നുമില്ല, നാമം കൊണ്ട്. എന്ത്? അവിടെ സ്പെസിഫിക് ആയൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ അതിന് മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്നാൽ അങ്ങനെ ഒരു സംഗതി അവിടെ പറയാത്തതുകൊണ്ടോ എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കാം. എല്ലാ നല്ല കാര്യം തുടങ്ങുമ്പോഴും പറയാം ബിസ്മില്ലാഹി റഹ്മാനി റഹീം. കാതിനെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചും പറയുന്നിടത്ത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സമഅൻ വ അബ്സാറ. സമഅൻ വ അബ്സാറ. സമഅ എന്നുള്ളത് ഏകവചനാണ്, അബ്സാർ എന്നുള്ളത് ബഹുവചനമാണ്. നിങ്ങൾ ആലോചിച്ചു, ഇപ്പം ഇവിടെ ഒരാൾ നിന്നിട്ട് സംസാരിക്കുമ്പോൾ പിറകിൽ നിന്നൊരാൾ ഈ സംസാരിക്കുന്ന ആളെ കാണുന്നത് പോലെയല്ല ഇടതുവശത്തു നിന്ന് ഒരാൾ കാണുന്നത്, വലതുവശത്തു നിന്ന് വേറൊരു രീതിയിലാണ് കാണുന്നത്, മുന്നിൽ നിന്ന് വേറെ രീതിയിലാണ് കാണുന്നത്. കാഴ്ചകൾ ഉണ്ട്, പക്ഷേ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നതോ ഒന്നാണ്. അതാണ് സമഅൻ വ അബ്സാറ. ഒരേ സമയത്ത് നമുക്ക് ഒരുപാട് ആളുകളെ കാണാൻ കഴിയും, പക്ഷെ ഒരേ സമയത്ത് ഒരുപാട് ആളുകൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയില്ല. ഒരാൾ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സമഅൻ വ അബ്സാറ. വിസ്മയങ്ങളാണ്, വിസ്മയങ്ങൾ. സൂറത്തുൽ ബഖറ തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്നാണ്. സൂറത്തുൽ ഫീൽ തുടങ്ങുന്നത് അലിഫ് ലാം മീം എന്നാണ്. പക്ഷെ അവിടെ വായിക്കേണ്ടത് അലം അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ. അവിടെ അലം എന്നാണ് വായിക്കേണ്ടത്. സൂറത്തുൽ ബഖറയിൽ അലിഫ് ലാം മീം ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി. സംശയങ്ങളില്ലാത്ത ഗ്രന്ഥം. എടവണ്ണക്കടുത്ത് മമ്പാടുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനും മരുമകളും അമേരിക്കയിൽ ജോലി ചെയ്യുന്നത് ആയിരുന്നു, ഇപ്പോൾ ഒരു സൗദിയിലുണ്ട്. അപ്പോൾ ഒരു നോമ്പ് കാലത്ത് ഈ പെൺകുട്ടി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ടാക്സിയിലിരുന്നിട്ട് കുറേ സമയം ഇരിക്കാനുള്ളതുകൊണ്ട് ഖുർആൻ്റെ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കയ്യിൽ കരുതിയിരിക്കുന്നത്. അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു അമേരിക്കൻ പൗരൻ അവരുടെ അടുത്ത് വന്നിട്ട് ഇരുന്നിട്ട് ചോദിച്ചു, ഇതേതാണ് പുസ്തകം എന്ന്. അവൾ പറഞ്ഞു, ഇത് ഹോളി ഖുർആൻ. ഓ, ഖുർആൻ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഖുർആൻ, അതൊന്ന് തരുമെന്ന് ചോദിച്ചു. അവൾ വായിച്ചുകൊണ്ടിരുന്ന ആ ഭാഗം അതുപോലെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കാണ് വെച്ചു കൊടുത്തു. സൂറത്തുൽ ബഖറയിലെ ഈ വചനങ്ങളാണ് അദ്ദേഹം ആദ്യം കാണുന്നത്. അദ്ദേഹം ഇങ്ങനെ വായിക്കണം, അറബി അറിയില്ല. താലിക്കൽ കിതാബു ലാ റൈബ ഫീഹി എന്നുള്ളതിൻ്റെ ആശയം അയാൾ വായിക്കാണ്. ഈ പുസ്തകത്തിൽ സംശയങ്ങളില്ല എന്ന് അദ്ദേഹം ചോദിച്ചു. സംശയങ്ങളില്ലാത്തൊരു പുസ്തകം? ഏതൊരു പുസ്തകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളോട് പറയണമെന്ന്. സംശയങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കണം. ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയാണ് സംശയങ്ങൾ ഇല്ലാതാക്കുന്ന ഗ്രന്ഥമാണ്, സംശയങ്ങൾ പിന്നെ ഉണ്ടാകില്ല എന്ന്. അദ്ദേഹം അത് കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് വീണ്ടും വന്നിട്ട് ചോദിച്ചു, പിന്നെ വേറെ പുസ്തകങ്ങൾ എനിക്ക് വേണമെന്ന് കൊടുത്തു. അയാൾ ആ നോമ്പ് കാലത്ത് തന്നെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അൽഹംദുലില്ലാഹ്. ഇത്ര ചെയ്താൽ മതി നമ്മൾ. ഇതേ നമുക്ക്, നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര ലളിതമായ രീതിയിലാണ് ഒരു ഇസ്ലാമിൻ്റെ പ്രകാശം മനുഷ്യൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ആ ഖുർആൻ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണ് അവൾ ചെയ്ത്. അവൾ പോലും അറിയാതെ അതിനൊരു സാഹചര്യം അള്ളാഹു ഒരുക്കുന്നു. അവൾ ആ ഖുർആനുമായിട്ട് സഞ്ചരിക്കാൻ, യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നു. ആ യാത്ര ഒരു വലിയ യാത്രയുടെ തുടക്കമായി മാറുന്നു. ഒരു മനുഷ്യൻ്റെ വെളിച്ചത്തിലേക്കുള്ള ഒരു മഹായാത്രയുടെ കാരണമായിട്ടത് മാറുന്നു. അതാണ് അങ്ങനെ ഒരു അനുഭവം, അങ്ങനെ ഒരു ആസ്വാദനം ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടണം. ഓരോ വാക്കിലും ഉണ്ട് അനേകം അർത്ഥങ്ങൾ. അപ്പോൾ ഇണകളെക്കുറിച്ച് ഖുർആൻ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ആലോചിച്ചു. ഹുന്ന ലിബാസുല്ലക്കും വ അൻതുൽ ലിബാസുല്ലഹുന്ന. അവസാനിപ്പിക്കണം.
ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന എല്ലാ നിക്കാഹ് കുത്തുബകളിലും അത് കേൾക്കാം. നിങ്ങളുടെ സ്ത്രീകൾക്ക് വസ്ത്രമാണ്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങൾക്കും വസ്ത്രമാണ്, ഡ്രസ്സാണ് എന്ന്. എന്താണ് എൻ്റെ ആശയം? വലിയൊരാശയമല്ലേ അത്? എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനാണ് ഡ്രസ്സ് കൊണ്ട് പല ഉപകാരങ്ങളുണ്ട് അല്ലേ? നമ്മൾ മറ്റുള്ളവർ കാണരുതെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വയ്ക്കുന്നത് ഈ ഡ്രസ്സ് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നടക്കുന്ന ഈ ഡ്രസ്സാണ്. നമുക്കൊരു സൗന്ദര്യമാണ് ഡ്രസ്സ്. ചൂടിൽ നിന്ന് തണുപ്പിൽ നിന്ന് ഒരു സംരക്ഷണമാണ് വസ്ത്രം. ഇങ്ങനെ പറഞ്ഞു നോക്കൂ. അങ്ങനെയാണെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പോയിന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മറ്റുള്ളവർ കാണരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ മറച്ചു വെക്കുന്നത് ഈ വസ്ത്രം കൊണ്ടാണ്. പിന്നെ ഈ വസ്ത്രത്തിൻ്റെ മുന്നിൽ എന്തെങ്കിലും മറച്ചു വെക്കാൻ ഉണ്ടാവുമോ? ഒന്നും ഉണ്ടാവില്ല. അതാണ് ഒന്നും മറച്ചു വെക്കാത്തൊരു ബന്ധം, ഒന്നും ഹൈഡ് ചെയ്യാത്തൊരു ബന്ധം. ആ ബന്ധത്തിനുള്ളൊരു സുഖമുണ്ട്, ഒരു വല്ലാത്ത സുഖമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തിട്ട് ഒന്ന് പുറത്തേക്ക് പോകാൻ ധൈര്യമുള്ള എത്ര സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ ഇരിക്കുന്നവരെ കുറ്റപ്പെടുത്താൻ വേണ്ടിയില്ല, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ്. അങ്ങനെയാണെങ്കിൽ ഭാര്യയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് പോകാൻ ധൈര്യമുള്ള എത്ര ഭർത്താക്കന്മാരെന്ന് ജീവിച്ചിരിക്കുന്നുണ്ടോ? ഫേസ്ബുക്കിൻ്റെ ഇമെയിൽ ID-യുടെ പാസ്വേഡ് പരസ്പരം കൈമാറാൻ ധൈര്യമുള്ള ഇണകൾ എത്ര പേരുണ്ടാവും? ഹൈഡ് ചെയ്യാത്തൊരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധത്തിനുണ്ടാകുന്നൊരു ബർക്കത്തുണ്ട്. അവർ തമ്മിൽ അറിയുന്ന ഒരു സുഖമുണ്ട്. ഇനി ഖുർആൻ്റെ ആ വചനം ആലോചിച്ച് നോക്കൂ. ഹുന്ന ലിബാസുല്ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങളുടെ സ്ത്രീകൾക്ക് വസ്ത്രമാണ്, നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ ഇണകൾ നിങ്ങൾക്കും വസ്ത്രമാണ്. അങ്ങനെയാണ് ഖുർആനിൻ്റെ വരികൾ, ഖുർആനിൻ്റെ ആശയങ്ങൾ, ഖുർആനിൻ്റെ മൗനം, ഖുർആനിൻ്റെ സൂചന, ഖുർആനിൻ്റെ കഥാവിവരണം ഒക്കെ പറഞ്ഞിരുന്നത് എന്തിനാണ്? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിൽ ചെന്ന് അവസാനിപ്പിക്കാനാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം അള്ളാഹുവിലേക്കാണ് ചെന്ന് കൊണ്ടുപോകുന്നത്. എല്ലാം പറഞ്ഞു തരുന്നത് അള്ളാഹുവിനെ മനസ്സിലാക്കാനാണ്. അത് മനസ്സിലാക്കിയ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവം വിസ്മയകരമായ, വിവരിക്കാനാവാത്തൊരനുഭവമാണ്. ആ അനുഭവത്തിൻ്റെ തണുപ്പിലേക്ക്, അള്ളാഹ് എന്നൊരറിവിൻ്റെ സുഖത്തിലേക്ക് വരാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വാതിലുകൾ അടച്ചിട്ടാലും അള്ളാഹു ഒരു ജനൽ നമുക്ക് വേണ്ടി തുറന്നിടും. എല്ലാ വാതിലുകൾ അടച്ചാലും, ആരൊക്കെ കൊട്ടിയടച്ചാലും ഒരു ജനൽ അള്ളാഹു നമുക്ക് വേണ്ടി തുറന്നു തന്നിട്ടുണ്ട്. ഈ വാതിൽ ചെന്ന് മുട്ടാതെ, ഈ വാതിൽ ചെന്ന് മുട്ടി കാലം കഴിക്കാതെ ഈ ജനലിലൂടെ രക്ഷപ്പെടാനാണല്ലോ പറയുന്നത്. അതാണ് ഇന്നലെ നമ്മുടെ ഉദ്ഘാടകനും പിന്നീട് നടന്ന പ്രസംഗത്തിലൊക്കെ ഓർമ്മിപ്പിച്ച ഒരു കാര്യം. ഇൻ തത്തഖുല്ലാഹ് യജ്അൽ ലഹു മഖ്റജ. എല്ലാ വാതിലടഞ്ഞാൽ ഒരു ജനൽ ഇങ്ങനെ തുറന്നു നടക്കും, ആ ജനലിലൂടെ രക്ഷപ്പെടണമെന്ന്. അതാണ് ആ മഖ്റജ്. അള്ളാഹ് കാണിച്ചു തരുന്ന വഴി. തവക്കുൽ നിറഞ്ഞൊരു ഹൃദയത്തിന് അള്ളാഹുവിൻ്റെ കൈക്കുമ്പിൽ ഏത് സമയവും അവനെ കോരിയെടുത്ത് രക്ഷിക്കും. ആ ഒരു അനുഭവത്തിൻ്റെ ആസ്വാദനത്തിലേക്ക് നമ്മുടെ ഈമാൻ കൊണ്ട് നമുക്ക് എത്തണം. ഖുർആനിൻ്റെ വായന വെറുതെ അക്ഷരങ്ങൾ വായിച്ചു പോകുക എന്നുള്ളതിനപ്പുറത്ത് അതിൻ്റെ ആശയങ്ങളിലേക്ക് കടന്നു ചെല്ലാം. മലർന്നു കിടക്കുന്ന അക്ഷരങ്ങളല്ല, മറഞ്ഞു കിടക്കുന്ന ആശയങ്ങളിൽ നിന്ന് ഖുർആനിനെ ഒരാൾ മനസ്സിലാക്കുമ്പോൾ ഖുർആൻ അയാളുടെ ജീവിത വഴികളിലെ വെളിച്ചമായിട്ട് അയാൾ ഇങ്ങനെ അറിയുന്നത്. എല്ലാവരെയും അയാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയും, എല്ലാ മനുഷ്യനെയും ഉൾക്കൊള്ളാൻ കഴിയും.